ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഡേ ഇപ്പോൾ നമ്മളെന്തോ ഫിഷിങ്ങിനൊക്കെ വേണ്ടി പോവാണ്. ഈ ഡ്രസ്സ് എൻ്റെതല്ല, നമ്മളെ ഗ്യാങ്ങിൽ ആനക്കൊണ്ട ഗ്രൂപ്പിലുള്ള ഒരാളുടെ ടീഷർട്ടാണ്. എൻ്റെ ടീഷർട്ടെല്ലാം അലക്കാൻ കിടക്കുക. കുറേ ദിവസമായിട്ട് ബോട്ടിലും അത് കഴിഞ്ഞിട്ട് കാട്ടിലൊക്കെ അല്ലായിരുന്നോ, നെറ്റ്വർക്കില്ല, വെള്ളം ഇല്ല, അലക്കാനായിട്ട് ഒന്നിനും സമയവും ഒന്നും കിട്ടിയിട്ടില്ല. ഫുള്ള് റഷ് അല്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് തന്നെ this okay shoe? Yeah, here this is the walk in there. Okay. Yeah. Slowly. Yeah, this is the kilo passing. Wait. Wait. Yeah, okay. In the bed, yeah? Yeah. So, അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ഇല്ല കയ്യിൽ. അയ്യോ. Ready? I'm ready to catch some piranhas. പിരാന നമ്മളിതാ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. പിരാന മീനെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. I slipped in the mud. What happened? There? Slipped, yeah. It's slippery. ഞാൻ നോക്കി വന്നോണ്ട് എനിക്കൊന്നും പറ്റിയില്ല. സോ നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ലാസ്റ്റ് ഡേ ആണ്. മീൻ പിടിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞ് മീനിനെ ചുട്ട് തിന്നണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോവായിരിക്കും. ഫിഷിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു സാധാ റോപ്പ്, അതിൻ്റെ ഇങ്ങനെ മറ്റേ ഈര ഉണ്ടല്ലോ, ഈരാന്ന് എന്തല്ല അതിന് പറയാം, എൻ്റെ നാട്ടിൽ അതാണ് പറയുക. അതിൽ ചിക്കൻ്റെ സ്കിന്നാണ് ഇടുന്നത്. അതെടുത്തിട്ട് കുളത്തി വലിക്കാൻ പോണു. ഓരോരുത്തരായിട്ട് എനിക്കിതേ കിട്ടി. എനിക്ക് മാത്രം കിട്ടിയത്. ഫസ്റ്റ് എനിക്ക് കിട്ടിയേ. ഐ ഗോട്ട് മൈ ഫിഷ്. എനിക്കിതേ കഴിക്കാനുള്ള ലഞ്ച് ഫിഷ് എനിക്ക് ആദ്യം കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കാണ് ആദ്യം കിട്ടിയത്, വേറെ ആർക്കും കിട്ടിയില്ല. അയ്യോ കണ്ട, ഇന്ന് ഞാനൊരു പൊളിക്കും. ഇന്ന് ലഞ്ച് നോക്കിക്കോ, അടിപൊളി കൊള്ളാട്ടാ. ഇനി ഞാൻ കുറേ എണ്ണം പിടിക്കും. ഞാൻ മാത്രം, അവർക്കൊന്നും ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ഓൺലി ഐ ഗോട്ട് വൺ. അടിപൊളി നോക്ക്, ഭയങ്കര സന്തോഷം എനിക്ക്. Piranha fishing. Here the red piranha. Here this is the more aggressive, the more carnivore. Okay. Wow. Look this. നോക്ക്, You're good for the lunch today. Piranha fishing. Nice. നോക്ക്, ആൾക്ക് കിട്ടിയതാണേ. ആൾക്ക് ഒരെണ്ണം കിട്ടി, അത് രണ്ടാമത്തതാണ് കിട്ടുന്നത്. രണ്ടാമത്തത് റെഡ് കളറിൽ പിരാനയാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി. Oh, that's the dent. Look the tear. The teeth? Tear. Whoa! Okay, look this. Tear. Yeah. നോക്ക്, ഭയങ്കര സീനായിട്ടുള്ള പല്ല്. It can take your finger off, no? See? If you put your finger inside? Yes, I need the bite here. It bites and no finger. Yes. അടിപൊളി. Okay. Yeah. This is the piranha fishing. നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ ഇതെല്ലാം. എനിക്ക് 3 എണ്ണം കിട്ടി. ഓരോരുത്തർക്ക് ഇങ്ങനെ കിട്ടി. പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അതാണ് എടുക്കാൻ അറിയാം. ഓക്കെ, ബിഗ് വൺ. അടുത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് കേട്ടാ. ഇതെല്ലാം നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കും. I want to be in the picture with you. Yes. With the fish. Wait, mama. അടിപൊളി. എന്തായാലും ഇവനിപ്പോൾ ലാസ്റ്റ് കിട്ടിയത്. ഇതിൽ പിരാനിയ ഫിഷ് എല്ലാം ഉണ്ടാവും. 4 പിരാനിയ ഫിഷ് എല്ലാം ഉണ്ട്. പിക്ചർ. എന്തൊരു സന്തോഷം എന്നറിയോ, എനിക്ക് 4 എണ്ണം കിട്ടി. ഓരോരുത്തർക്ക് ഇങ്ങനെ ഇത്രയും കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. അവരിങ്ങനെ ഫിഷ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിത് കാണിച്ചു കൊടുക്കാം. അവർക്ക് എത്ര കിട്ടിയെന്ന് അറിയില്ല. ഓരോരുത്തരും ഇങ്ങനെ ഫിഷിങ്ങിന് വന്നേക്കാണ്. നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ കിട്ടി. ഇന്ന് നമ്മളിത് മൊത്തം ഫ്രഷ് ആയിട്ട് കഴിക്കും. അടിപൊളി. എന്തായാലും നമുക്കെല്ലാം ചെറുതെല്ലാം വലുതാണ് നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഫുള്ള് നമ്മളിത് കുക്ക് ചെയ്തിട്ട് കഴിക്കും. ഫുൾ ഹാപ്പി. ഇന്ന് നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കണം. അതിലും ഉണ്ട് കേട്ടോ കുറച്ച്. അത് ചെറുതായതുകൊണ്ട് അതിങ്ങനെ സെപ്പറേറ്റ് ഇട്ട്, ഇതെല്ലാം വലുതായതുകൊണ്ട് ഇതിൽ വെച്ചേക്ക്. നമുക്ക് പലതരം പല സീ എല്ലാ ഫിഷും ഉണ്ട്. കുക്ക് ചെയ്ത് നമ്മളിന്ന് കഴിക്കും. ഫിഷിങ് ചെയ്ത ഫിഷെല്ലാം ഉണ്ടാക്കി കഴിച്ച് പെട്ടെന്നാണ് ഫിഷ് വന്നതും എല്ലാവരും കൂടെ പെട്ടെന്ന് എടുത്ത് കഴിച്ച്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് മറന്നു പോയതാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കുഴപ്പമില്ല. ഞാൻ 2 ഫിഷ് കഴിച്ച്. എല്ലാവരും വേറെ ഫിഷ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ഫിഷൊക്കെ വന്നിട്ട് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ബഹളമായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ബാഗെല്ലാം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ബോട്ട്
ബോട്ടിൽ കുറേ മണിക്കൂറുണ്ട്. ബോട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് വണ്ടി ഉണ്ട്. ഇവർ വണ്ടിയിൽ പിന്നെ എയർപോർട്ടിലെല്ലാം ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവും. രാത്രി 10 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. ഞാനിതാ തിരിച്ച് ഈ സ്ഥലത്തിൻ്റെ അടുത്തെല്ലാം ബായ് പറഞ്ഞിട്ട് പോവാണ്. ഒരു 3 ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പം ഞാൻ ബായ് പറഞ്ഞ് പോകുമ്പോൾ എനിക്കെന്തോ ഈ സ്ഥലത്തിനോട് തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ്. പോകുമ്പോൾ ബായ് പറയാനൊരു വിഷമമുള്ളുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. എൻ്റെ അനക്കൊണ്ട ടീമും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ ബായ് പറഞ്ഞ് ഇറങ്ങി. സോ അതിൽ അനക്കൊണ്ട ടീമിലെ 2 പേര് പോകുന്നുണ്ട്. ഒരു കപ്പിൾസ് ആയിരുന്ന അതിലൊരു പുള്ളിക്കാരി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് വയ്യാത്തതുകൊണ്ട് ആളും വരുന്നുണ്ട്. എല്ലാവർക്കും സിക്കായി. അനക്കൊണ്ട ടീമിലെ 2 പേർക്ക് സിക്കായി. ഒരാൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, വരുന്നില്ല. പക്ഷെ ഒരാൾക്ക് സിക്കായിട്ട് ഒരാൾ ഓൾറെഡി അപ്പോൾ വണ്ടിയിൽ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പോവാണ്. ഇന്ന് ഫുള്ള് ഇനി ട്രാവലാണ്. മണിക്കൂർ കണക്കിന് എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോൾ നോക്ക്, ഒരു കുരങ്ങനെല്ലാം ഇവിടെ വണ്ടി നിർത്തിയിട്ടപ്പോൾ ഓടി വന്നാണ് കേട്ടോ. എന്താണ് കഴിക്കാനുള്ളതെന്ന് വെച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഴമെല്ലാം അത് കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ തിരിച്ചു പോന്നു. പോല്ലടോ. അടുത്ത ആള് വരുന്നത്. ഇതേ ബാഗിൽ നിന്ന് ഓരോന്നൊക്കെ വലിച്ച് തുറന്നു നോക്ക്. ഇവിടെ കുട്ട. ഇതേ അടുത്ത ആള് വരുന്നത്. അടിപൊളി, നല്ല സെറ്റ്. എന്തിപ്പോ ഇവിടെ നിർത്തി? വേറെ ആരോ 2 ചൈനയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായി, അവർക്ക് വേണ്ടി നിർത്തിയതുകൊണ്ടോ. എന്താണ് സുഖല്ലേ? അടിപൊളി. എന്താ തപ്പുന്ന? എന്തോ കഴിക്കാൻ കിട്ടി. കഴിച്ചോണ്ടിരിക്കുന്ന മീനാണോ കിട്ടിയേ? എന്താ കിട്ടിയേ? ഹലോ. ഓക്കെ, അടിപൊളി. ഹലോ, സേ ഹായ്. ഹലോ. എന്താ അവിടെ കഴിക്കുന്നറിയോ? എന്താന്നറിയോ? നോക്ക്, അവര് തന്നെ ഇവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ സിമ്മില്ല, ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എയർപോർട്ടിലെത്തിയാൽ എയർപോർട്ടിൻ്റെ വൈഫൈ കിട്ടുമായിരിക്കും. എനിക്കൊന്ന് ആലോചിച്ചേക്ക്, ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ പെറുവിൽ എൻട്രി ചെയ്തിട്ട് ഒരാഴ്ച കൂടുതലായി. 8 ദിവസമായിട്ട് എനിക്ക് ഒരു സിം കാർഡ് എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഞാൻ കൊളംബിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കുറേ തല തിരിഞ്ഞിട്ട് ഞാൻ പെറുവിൽ വന്ന് അപ്പം തന്നെ ഞാൻ ബോട്ടിൽ കയറി. 4 ദിവസം ബോട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ബോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെത്തി എന്തേലും വീഡിയോ ഇടണോ അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം വിചാരിച്ചിട്ട് ഇരുന്ന സമയത്ത് വീണ്ടും ആ ഒരു പാക്കേജിൻ്റെ അവരെന്നെ കൺവിൻസ് ചെയ്ത് ആനക്കൊണ്ട കാണണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആനയും കണ്ടില്ല, ഒരു കൊണ്ടയും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ പണ്ടാരടങ്ങിയിട്ട് ഒന്നും കാണാനും പറ്റിയില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് എന്താ പറയുക, വല്ലാത്ത വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജംഗിളിലൂടെ നടക്കുന്നതും രാത്രി നടക്കുന്നതും പിന്നെ കുറേ പുതിയ ഫ്രണ്ട്സ്, പല രാജ്യത്തെ ആൾക്കാർ, യൂറോപ്പും ഇസ്രയേലും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അടിപൊളി മെമ്മറി ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. എനിക്കൊരു റിഗ്രറ്റും ഇല്ല, ഫുൾ ഹാപ്പിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ ആ പാക്കേജിൻ്റെ അവർ തന്നെയാണ് എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. മഴ നനഞ്ഞ് എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. അത് സാരില്ല, എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം. എന്തിലാണെങ്കിൽ കുറച്ച് പൈസ ഉള്ളൂ. ഡോളറും ഓൾമോസ്റ്റ് തീരാനായി. അവിടെയെല്ലാം ഞാൻ അന്ന് $100 കൊടുത്ത് പാക്കേജിന് പോയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും കാശെല്ലാം തീരാനായിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. കീ എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ചെറിയൊരു എയർപോർട്ടാണ്, കാരണം ഒരുപാട് വലിയ എയർപോർട്ടല്ലല്ലോ. സോ ഞാനിവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ലിമയിലേക്കാണ് പോകുന്നത്. എനിക്ക് സിം കാർഡ് ഇനി അവിടെ എത്തിയിട്ടുമല്ലോ എടുക്കാൻ നോക്കണം. ലിമ വലിയ സിറ്റിയാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഷോൾഡറെല്ലാം വേനെടുക്കുന്നതായിട്ട് നടന്നിട്ട് ഞാൻ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇത് വളരെ ചെറിയ എയർപോർട്ടാണ്, അതുകൊണ്ട് ഇവിടെ വൈഫൈ പോലും ഇല്ല. വല്ലാത്ത കഷ്ടം. ഇവിടെ ആണെങ്കിൽ ഫുഡായിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോ സ്നാക്സ്, സാൻഡ്വിച്ചൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല വിശക്കാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 12 മണിക്കാണ്. 12 മണിക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിയൊക്കെ ആവും പിന്നെ അവിടെ എവിടെയെങ്കിലും എത്താൻ. ഞാൻ ഒരു കൗച്ച് സർഫർ ഉണ്ട്, ആളുടെ വീട്ടിലേക്ക് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഇറങ്ങിയിട്ട് ഒന്നും സ്റ്റിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ എത്തിയിട്ട് നോക്കാമെന്ന് വെച്ചിട്ട്. എനിക്കറിയില്ല, ഭയങ്കര ഇത്ര ദിവസം ചൂടിൽ നിന്ന് പെട്ടെന്ന് AC കിട്ടിയിട്ടാന്ന് തോന്നുന്നു. എൻ്റെ മൂക്കൊക്കെ ഇതാവുന്നുണ്ട്. ഇനി ലിമയിൽ നല്ല തണുപ്പാണ്. ലിമയിൽ നിന്ന് പിന്നെ വേറെ കുസ്കോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുസ്കോയിൽ പോയി കഴിഞ്ഞാൽ കുസ്കോയിൽ നല്ല തണുപ്പാണ്. കുസ്കോയിൽ -1 ഡിഗ്രി ഒക്കെയാണ് രാത്രി കാണിക്കുന്നത്. ഡേ ടൈമിൽ തന്നെ നല്ല തണുപ്പാണ്. ജാക്കറ്റെല്ലാം ഇട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ. എനിക്ക്
പുതിയൊരു ജാക്കറ്റ് എല്ലാം മേടിക്കണം. എൻ്റെ ഉള്ളത് അത്ര ഒരു ഇതില്ല. ഞാനിത് ആ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ലതാം എന്ന് പറഞ്ഞിട്ടുള്ള എയർലൈൻസ് ആണ്. എയർപോർട്ടിൽ നിന്ന് വേറൊരു കൗച്ച് സർഫർ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് ആൾ എന്നെ ബൈക്കിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു കൗച്ച് സർഫറുടെ വീട്ടിലാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, സമയം 2 മണിയെല്ലാം ആയിട്ടുണ്ട്. ഞാനിനിപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിട്ട് വേണം ഒന്ന് കിടക്കാൻ. കുറേ ദിവസമായിട്ട് നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു. ആകെ ടയർഡോ, ഒന്നും മിണ്ടാൻ തന്നെ പറ്റുന്നില്ല. ഞാൻ ആകെ എൻ്റെ പെട്ടെന്ന് എഡിറ്റെല്ലാം തീർത്തിട്ട് വേണം കിടക്കാനായിട്ട്. ഗുഡ് മോർണിംഗ്. ഇവിടെ മഴയും വെയിലൊന്നും ഇല്ല. വെയിലൊന്നും ഇല്ല കേട്ടോ. ഇത്രയും ദിവസം നല്ല ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വന്നിട്ട് എനിക്ക് എന്തോ പോലുണ്ട്. രാവിലെ സമയം 10:30 ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫുള്ളിങ്ങനെ ക്ലൗഡി. എൻ്റെ ഒരു ഫ്രണ്ട്, ഡെൻമാർക്കിലെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര വെയിലൊന്നും ഇല്ല, തണുപ്പ് മാത്രമായതുകൊണ്ട് ഒരു രസമില്ല, ഒരു വിൻ്റർ ആ ഒരു ഫീലാണെന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ജാക്കറ്റെല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി കുസ്കോ എന്നെല്ലാം പറഞ്ഞ സിറ്റി പോകുമ്പോൾ നല്ല ഭയങ്കരമായിട്ട് തണുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കൗച്ച് സർഫിംഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം. ഹായ് ഹായ്, ഹൗ ആർ യു? Fine, thank you. It's cold every time here? Sí. Yeah, okay. Con el... No sunlight. No sunlight, no, just cold. Okay. ഞാനിതാ രാവിലെ തന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എന്താ കഴിക്കേണ്ടത്, ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇന്നലെ ഈ പുള്ളിക്കാരനാണ് എന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്തിട്ട് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഏരിയ കൊള്ളൂല, ഇവിടെ എന്തിനാ സ്റ്റേ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? Quinoa. കിൻവ. ഓക്കെ. എന്താ മറ്റേ കിൻവ വെച്ചിട്ടുള്ള എന്തോ ഒരു ഡ്രിങ്കാണ്. ¿Café? കുഴപ്പമില്ല, നോർമൽ. ചെറിയ പുളി, ചെറിയ മധുരം, അങ്ങനെയല്ല ഉള്ളത്. So from here we will go to the embassy first. I want to go the Bolivia and Brazil. ബൊളീവിയൻ്റെ വിസ ജസ്റ്റ് അപ്പം തന്നെ കിട്ടുന്നതാണ് എൻ്റെ ഒരു ഇത്. ബ്രസീലിൽ എന്താവുമെന്ന് അറിയില്ല, പോയി നോക്കണം. പിന്നെ എനിക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെല്ലാം എല്ലാം പോയിട്ട് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും, അല്ലെ ഇവിടുത്തെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കണം. ഇന്ത്യൻ ലിമ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയാണ്, പെറുവിൻ്റെ വലിയ സിറ്റിയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിങ്ങനെ ഈ ഒരു സ്ഥലത്തായിട്ട് മനസ്സിലാവാത്ത, ഭയങ്കര ട്രാഫിക്കൊക്കെ വലിയ സിറ്റി. അപ്പോൾ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചോദിക്കാൻ നോക്കിയോട്ടെ. എനിക്കറിയുന്ന മലയാളീസ് ഒന്നും ഇവിടെ ഇല്ല. ആകെ അറിയുന്നുണ്ടായിരുന്നത് സാൻഡപ്പൻ ട്രാവലിസ്റ്റ, വേറൊരു വ്ളോഗർ ഉണ്ട്, ആൾക്ക് ഇവിടെ ബിസിനസ് ഉണ്ടായിട്ട് അങ്ങനെ ആൾ മാത്രം അറിയുന്നുണ്ടായിരുന്നു. ആൾ പക്ഷേ ഇപ്പോൾ ഇവിടെ കോൺടാക്റ്റ് അറിയുന്ന ആരും ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആളില്ല, ആളിപ്പോൾ UK യിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ എന്താ ഇത് കഴിക്കട്ടെ, ഇത് കുടിക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ജസ്റ്റ് ഒരു ബ്രെഡ്, ഒരു ബണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ അവക്കാഡോ, അതാണ് കഴിക്കുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. അതുകൊണ്ട് വിശപ്പുണ്ട്, ടേസ്റ്റ് ഇല്ലെങ്കിലും, അതുകൊണ്ട് കഴിക്കുന്നു. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അതുകൊണ്ട് ഇവിടെ 2 days മൊത്തം ഹോളിഡേ ആണ്. അതുകൊണ്ടാണ് മൊത്തം ഒരു സൈലൻ്റ് ആയിട്ട് എല്ലാവരും ട്രാവലിങ്ങും ട്രിപ്പൊക്കെ ആയിട്ട് നടക്കുന്നത് കേട്ടോ. ഞാൻ ലറ്റീസി എത്തിയ ദിവസം അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. പെറുവിലെത്തിയപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയി. ഞാൻ എവിടെ ചെന്നാലും ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ ആവുന്നത്. ഈ കീൻവ കണ്ടില്ലേ, ഇവിടെ ഇത് ഭയങ്കര ഫേമസ് ആണ്. എല്ലാ ഫുഡിലും ഇത് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവും. ഇന്നലെ ആക്ച്വലി ഞാൻ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ഫ്ലൈറ്റിൽ എനിക്ക് കീൻവാൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്നാക്കായിട്ടൊരു എന്താ പറയുക, ഒരു മിഠായി അങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അത് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തന്നപ്പോൾ ഞാൻ അത് കഴിച്ചായിരുന്നു. ഇപ്പം ഞാൻ കുടിച്ച ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ഈ കീൻവാൻ്റെ ഡ്രിങ്കാണ്. ഹെൽത്ത് ഡയറ്റൊക്കെ നോക്കുന്നവരൊക്കെ ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിലെല്ലാം ഞാൻ മറ്റേ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെല്ലാം ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ, നോർമലി എല്ലാവിടെയും അവൈലബിൾ ആവാറില്ല. ഞാൻ കുടിച്ച അതിന് 2 sols ആണ് ആയത്. 4 sols എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 പെറുവിയൻ സോൾസ്. അപ്പോൾ ഞാൻ കഴിച്ച ബ്രെഡിനും 2 sols ഇല്ല, 1.50 sols അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം $1 അടുത്താണ് ആ ഒരു ബ്രെഡും ആ ഒരു ജ്യൂസും കൂടെ ആയത്. അതായത് 85 രൂപ. ചീപ്പാണ് ഈ ഇങ്ങനെ ലോക്കൽ ഇതുപോലത്തെ ഷോപ്പിലെല്ലാം മേടിക്കുകയാണെങ്കിൽ. അവിടെ എന്തോ എല്ലാവരും ക്യൂ നിന്നിട്ട് എന്തോ കടയിലെല്ലാം പോയി മേടിക്കുന്നുണ്ടല്ലോ. ഫുഡാണോ എന്നറിയില്ല. ഞാൻ ആലോചിക്കുന്നതാണ്, എന്താ ഇവിടെ മൊത്തം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ പുതച്ചു മൂടി തണുപ്പത്ത് കടന്നുറങ്ങിയിരിക്കും. ഈവൻ ലൈറ്റിംഗ് എല്ലാം ഇവിടെ കുറവാണ്, ഭയങ്കര ഇരുട്ട്. ഒരു ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ ഉള്ളൊരു അവസ്ഥ. ഇപ്പം ആക്ച്വലി വിൻ്റർ സീസൺ ആണ്. ഞാൻ സെൻട്രൽ അമേരിക്കയിൽ ഉണ്ടായ ഒരു ക്ലൈമറ്റും വെതറും ഒന്നല്ല ഇവിടെ.
കാരണം സെൻട്രൽ അമേരിക്കയിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ നല്ല തണുത്ത ഒരു ഇതാണ് എല്ലാവിടെയും, സൗത്ത് അമേരിക്കയിലെ ഓൾമോസ്റ്റ് എല്ലാവിടെയും. അപ്പോൾ ഇവിടുത്തെ സമ്മർ എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ് ഇവിടുത്തെ സമ്മർ. പക്ഷേ ഇപ്പോൾ വിൻ്ററാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തണുപ്പ്, വിൻ്റർ ടൈം ആയതുകൊണ്ട്. സോ എനിക്ക് തോന്നി ബൊളീവിയയിലും ബാക്കി ചിലയിലും ഒക്കെ ഇങ്ങനെ നല്ല തണുപ്പുള്ള വിൻ്റർ ടൈമാണ്. ഇനി എൻ്റെ ജാക്കറ്റെല്ലാം ഞാൻ മേടിക്കേണ്ടി വരും. ഭയങ്കര ഒരു ലേസി വെതറാണ് ഇവിടെ കാണുന്നത്. എനിക്കാകെ പൊതിച്ചു മൂടി കിടക്കാനാണ് തോന്നുന്നത്. ഞാനാണെങ്കിൽ ആകെ കുറച്ച് മണിക്കൂറാണ് ഉറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 3:30 ആയപ്പോൾ കിടന്നു. രാവിലെ ഞാൻ 8 മണിയായപ്പോൾ എണീച്ചു. അതുകൊണ്ട് ഉറക്കമൊന്നും സെറ്റായിട്ടില്ല. പക്ഷേ എംബസി പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീച്ചത്. എംബസി പോയിട്ടില്ലെങ്കിൽ, എംബസി പോയാലാണ് എനിക്കറിയുള്ളൂ ഞാനിനി അടുത്ത പ്ലാൻ എന്താ, എങ്ങോട്ടാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇവിടെ പക്ഷെ ഇപ്പോൾ സമ്മർ ആണെങ്കിലും ഇവിടുത്തെ സ്കൈ ബ്ലൂ കളറായിരിക്കില്ല, വൈറ്റ് കളറായിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം ബൊളീവിയൻ്റെ എംബസിയിലാണ് വന്നത് സ്റ്റാമ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അവിടെ ആരോ ഉണ്ട്, ചോദിച്ചോട്ടെ. ഞാൻ ബ്രസീലിൻ്റെ എംബസിയിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അതും ക്ലോസ്ഡ് ആണ്, എല്ലാം ക്ലോസ്ഡാണ്. പക്ഷെ മാപ്പിൽ കാണിച്ചത് ക്ലോസ്ഡ് അല്ല എന്നാണ്, ഓപ്പൺ ആണെന്ന്. പക്ഷേ അവർ നാളെ വരാൻ പറഞ്ഞു. നാളെ വരാനല്ല, ബ്രസീലിൻ്റെ എംബസി ആണെങ്കിൽ ഓൾറെഡി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. സോ ഓൺലൈനിൽ ആദ്യം ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കണം. ബൊളീവിയൻ്റെത് നാളെ രാവിലെ 8:30 വന്നോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വിസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടേണ്ടതാണ്, കൂടുതലും കിട്ടാൻ ചാൻസ്. ഞാനിവിടെ ബീറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിം എടുക്കാൻ വേണ്ടി വന്നതാണ്. ക്ലാരോൺ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബീറ്റിൽ ഗുഡ് ബിയൻ ഓൾ സി, അപ്പോൾ ഓൾ കൺട്രി സി. ഞാൻ ബീറ്റിലാണ് എടുക്കാൻ വന്നിട്ടുള്ള. അൺലിമിറ്റഡ് നെറ്റ് എല്ലാം ഉണ്ട്. ടൂറിസ്റ്റ് വിസ അവിടെ അത്ര അധികം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ 1 month ഒക്കെ നിൽക്കുന്നതുകൊണ്ട് 1 month ആണ് ഉള്ളത്. ഞാൻ ചിലപ്പോൾ 1 month കൂടുതലുണ്ടാവും. മേ ബി ഞാൻ ബൊളീവിയയും ചിലയും പോയിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യാൻ ചാൻസ് ഉണ്ട് പെറുവിലേക്ക്. അങ്ങനെയാണ് കൂടുതൽ ചാൻസ്. സോ എന്തായാലും 1 monthനുള്ള ഇതാണ്, അൺലിമിറ്റഡ് ആണ്. ഒരു ഇന്ത്യൻ റുപ്പി ഒരു 1500 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-60 പെറുവിയൻ സോളെല്ലാം വരും. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് മെയിൻ. അപ്പോൾ അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറെ സിമ്മിൽ എടുത്തിട്ടുണ്ടാവുള്ളൂ. സിമ്മിൽ എടുത്തു കഴിഞ്ഞ് പിന്നെ 1 hour ആക്ടിവേഷന് ടൈം എടുക്കും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എന്തോ ഇത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നോക്ക്, ഇത് കോണാണ്. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. മൈസ് നോക്ക്, ഭയങ്കര നീളമുള്ള വലുത്. അതിങ്ങനെ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തന്നെ അത് റോസ്റ്റ് ചെയ്തേക്കാം. ഇവിടെ ആകെ ഒരു വെയിലൊന്നും ഇല്ലാട്ട് ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും തണുപ്പത്താണ് ഉള്ളത്. ഭയങ്കര ഒരു മടി പിടിപ്പിക്കുന്ന, എക്സ്ട്രീം ലെവലിൽ മടി പിടിപ്പിക്കുന്ന ഒരു ക്ലൈമറ്റ്, വെതറും ക്ലൈമറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി പറയുന്നുണ്ട്, സോറി. വെതറാണ്, ക്ലൈമറ്റ് അല്ല. ഫുള്ളും പുഷും പറയുന്ന പോലെ തെറ്റുന്നത്. ഈ ഒരു സംഭവം ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇത് ട്രൈ ചെയ്യാണെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഇറ്റ്സ് കുക്ക് നോ ജസ്റ്റ് ഫ്രഷ്, കുക്ക് ചെയ്യാത്തൊരു മീനാണ്. എന്തോ ഒരു സൂപ്പ്, ലെമൺ സിവിച്ചൊക്കെ പോലെ. നോക്കുക, പച്ച മീനാണ് ഉള്ളത്, അതാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ജസ്റ്റ് അതിൻ്റെ വെള്ളം മാത്രം ട്രൈ ചെയ്തോട്ടെ. ഇറ്റ്സ് ഗുഡ്, വെള്ളം അടിപൊളി. ഇനി പച്ച മീൻ എങ്ങനെ കഴിക്കുമെന്നോട്ട്, ഇത്രയും വലിയ പീസ് വെച്ച് സൂഷിയെല്ലാം കഴിക്കുന്ന പോലെ. പക്ഷെ സൂഷിയിലെല്ലാം കുറച്ചേ ഉള്ളൂ, ഇത് ഫുള്ള്. ഇത് നോട്ട് കുക്ക്. No. Yeah, try with this one. Okay. Try. No better. You like it? Good. Nice. This is your favorite? You like? One of my favorite. Yeah. Okay. നോക്ക്, ഇതിൽ കണ്ടോ ഭയങ്കര വലിയ വലിയ പീസ് ഫിഷെല്ലാം ഉള്ളത്. എന്തോ നമ്മൾ കഴിച്ച് ശീലമല്ലല്ലോ പച്ച മീനെല്ലാം, അതുകൊണ്ട് അത് കാണുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ കഴിച്ച് ശീലമില്ലാത്തതിന്റെ പ്രശ്നമാണ്. This is also mais, okay. Different. But Yeah. the other is look, try. Yeah. With the hand. Take. Okay. This is very different.
ഷേപ്പ് വേറെയാണ്, ടേസ്റ്റ് വേറെയാണ്. കുറച്ച് വലുത് ഇങ്ങനത്തെ ഷേപ്പിൽ ബോയിൽഡ് ചെയ്തത്, മറ്റേത് റോസ്റ്റ് ചെയ്തതാണ്. ആളത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്തുണ്ട്, പക്ഷേ 12 മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ. 12 മണിയാവാൻ കാത്തിരിക്കുകയാണ്. 3-4 റെസ്റ്റോറൻറ്റ് ഉണ്ട്, ചിലതെല്ലാം 12:30-ക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ആളത് കഴിക്കുകയാണ്. എനിക്ക് വേണ്ട എന്തായാലും. എംബസികളെല്ലാം അടച്ചതുകൊണ്ട് പിന്നെ നാളെയാണ് ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. സോ ഇപ്പോൾ ഇവിടുത്തെ മിറാഫ്ലോറസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ലൈക്ക് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ, ഒരു മെയിൻ സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ വ്യൂ എല്ലാം ആയിട്ട് അതിപ്പോൾ കാണാം. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഫോഗിയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ നോക്ക്, ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. എല്ലാം ഒറ്റ കളറുണ്ട്, വെള്ള കളറിൽ. യൂറോപ്പിൽ വിന്ററിൽ പോയ പോലെ തന്നെയാണ്. എവിടെയും വിന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ആകെ മൂടലും കുറച്ചുകൂടി കിടന്നിറങ്ങാൻ പറ്റുന്ന ക്ലൈമറ്റാണ്. നല്ല രസമുള്ള ബീച്ചാണ്, ബ്ലൂ കളറിലെല്ലാം നല്ല തണുപ്പാണ്. നമുക്ക് ആ വ്യൂ അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ബൈക്കിൽ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ മിറാഫ്ലോറസിന്റെ ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷെ അങ്ങോട്ട് നോക്ക്, മൊത്തം ഒരു വൈറ്റ് കളർ മാത്രമേ കാണുന്നുള്ളൂ, ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം മഞ്ഞായതുകൊണ്ട് തണുപ്പായിട്ട് ഫുള്ള് ഫോഗി ആയിട്ടുള്ളത്. ഇവിടെ മാത്രം കുറച്ച് ബിൽഡിങ്സ് കാണാൻ പറ്റുന്നുണ്ട്, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ സൈക്കിൾ ചെയ്യാനും നടക്കാനും ഓടാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ദേ ഇപ്പം ബിൽഡിങ്സ് തന്നെ ദേ കാണാനില്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് അതിങ്ങനെ മൂടി മൂടി, അയ്യോ ഇപ്പം അങ്ങോട്ടൊട്ടും കാണാനില്ലാണ്ടായി. നോക്കത് മൊത്തം പോയി, ഫുൾ ഫോഗി ആയിട്ട്. ഈ ഒരു വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ നല്ല തണുപ്പെല്ലാമായിട്ട് എനിക്കിഷ്ടമാണ് തണുപ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ഒരു മടി പിടിപ്പിക്കുന്ന ഒരു ഫീല് എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ കുറച്ച് മടി മാറും, കുറച്ച് ബോഡി ഒന്ന് വാമാവും. ഇവിടെ നോക്ക്, നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണന്നെ മൊത്തം ബ്ലറായിക്കൊണ്ടിരിക്കുന്നത്, കാരണം മൊത്തം വൈറ്റ് കളറായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്ഥലം കാണുന്ന സമയത്ത് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? അങ്കോളയിൽ ഒരു സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഓഷ്യൻ ഉണ്ട് ഇതുപോലെ. അത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്, ഇത് പെസിഫിക് ഓഷ്യനാണ് വരുന്നതെന്ന് തോന്നുന്നു. എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, നോക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ നല്ല തണുത്ത് വിറച്ച് കിടക്കുന്ന ബീച്ച്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. 1 മണി സമയത്തല്ല അന്ന് ഞാൻ പോയപ്പോൾ ഇതുപോലെ തണുത്ത കാറ്റായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം കാണുന്ന സമയത്ത് റാസൽ ഖൈമ, ദുബായിലെ ഓരോ ലൈക്ക് UAE ചില എമിറേറ്റ്സിലെ ഓരോ സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുജേറ ആ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഇതുവഴി ഇങ്ങനെ സൈക്കിൾ ചെയ്യാനും നടക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളും വ്യൂ പോയിന്റ് ഉണ്ടാവും. പക്ഷെ അവിടെ ബീച്ചസ് ഇല്ലയെന്നുള്ളൂ. ഇവിടെ അങ്ങനെ തണുത്ത് ഉറഞ്ഞ് കിടക്കുന്ന ബീച്ചാണ് കാണുന്നത്. അവിടെ ആ കാണുന്ന ആ ഒരു റൗണ്ട് പോലെ ബൗള് കാണുന്നില്ലേ, അത് പ്ലാനറ്റോറിയാണ് കാണുന്നത്. ഞാൻ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, കാരണം നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഇത് ആക്ച്വലി ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ചുറ്റും. അങ്ങോട്ട് ഫുള്ളും ചുറ്റും നമുക്ക് അങ്ങനെ നടന്ന് പോകാൻ പറ്റും. ഇതുവഴി നടന്നിട്ട് ഈ കാണുന്ന ഈ ബീച്ചിൽ കൂടെ എല്ലാം നടക്കാം. പിന്നെ വാക്ക് വേ ഉണ്ട്, നടക്കാനും ഓടാനും ഡോഗ്സിനായിട്ട് വരാനും എല്ലാം. ലൈക്ക് ഒരു കോർണിഷ് പോലെ ഫുൾ ചുറ്റും നടന്ന് പോകാൻ പറ്റും. ഞാൻ ചുറ്റും അങ്ങനെ നടന്നു പോകുന്നില്ല. നമുക്ക് വേണേൽ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു പോകാൻ വലിയ രസമൊന്നുമില്ല. എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട് എങ്ങോട്ടോ നടന്ന് അങ്ങോട്ടെന്തോ പോയി. ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് ഉള്ളത്. അവളെന്തിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നാലും നമുക്ക് എസ്പെഷ്യലി കപ്പിൾസോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ലൈക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച്, തണുപ്പല്ലേ, നല്ല ചൂടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്, പക്ഷെ അത്രയും ദൂരം ഞാൻ നടന്ന് പോകുന്നില്ല എന്ന് മാത്രം. ഇത് നമുക്കിങ്ങനെ ഓരോ വ്യൂ പോയിൻ്റ് ആണ് ആക്ച്വലി ഇത്. ഇവിടെ ഓരോ സൈഡിൽ നിന്ന് നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ വിൻ്റർ ആയതുകൊണ്ട് ആ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റില്ല. എന്നാലും വിൻ്ററിന് വിൻ്ററിൻ്റേതായ ഭംഗിയുണ്ട്, സമ്മറിൻ്റേതായ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഓക്കെയാണ്. ഇത്രയും ദിവസം കൊടും ചൂടെന്നാണ്. ആമസോൺ ഭയങ്കര ചൂടായിരുന്നു, പക്ഷെ രാത്രി തണുപ്പ്. പക്ഷെ രാത്രി ആയാലും ഇപ്പം ഈ പകലുള്ള തണുപ്പ് പോലും ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ ആ ഒരു വെതറിൽ നിന്നും ഈ വെതറിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ബൊളീവിയയിലും ചിലയിലൊക്കെ പോയാൽ ഇതിനേക്കാളും കൂടുതലാണ്. ചിലയിൽ ചില സ്ഥലത്തെല്ലാം ഫുള്ള് സ്നോ ഉണ്ട്. സ്നോ ആയിട്ട് തന്നെ കുറേ മൗണ്ടെയ്ൻസ് എല്ലാം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. പക്ഷെ ചിലേൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. ഇപ്പോൾ പെറു ആണെങ്കിലും അഫോർഡബിളാണ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ടൂറിസ്റ്റുകളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ അത് കാണാനായിട്ട് ലോകത്തിൻ്റെ പല കോണിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ അവിടെ നമുക്കൊരു ചേർച്ചെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എല്ലാം ചെന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നപ്പോൾ നമ്മളിവിടെ ഫോട്ടോ എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഇങ്ങനെ ബ്ലറായിട്ടുള്ളത്. ഇത് എൻ്റെ ഫോണ് ബ്ലറായതല്ല കേട്ടോ, വീഡിയോ ബ്ലറായതല്ല, ഇവിടെ ഇങ്ങനെ ആണ്. അതുകൊണ്ട് അങ്ങനെ തോന്നിയാണ്. പക്ഷെ നമുക്ക് എന്ത് നീറ്റായിട്ടാണ് ഇവിടെ ആൾക്കാർ കാറെല്ലാം പാർക്ക് ചെയ്ത്. ലൈക്ക് വേറെ ഒരു അടിപൊളി സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാനെല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടില്ലേ, നോക്കിയേ, കണ്ടാ, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ലിമ. നമ്മുടെ ലിമയിലെ ഒരു മിറാഫ്ലോറസ് എന്ന് പറയുന്ന മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും രസമുള്ളൊരു സ്ഥലം. ആ വെള്ളത്തിൻ്റെ കളറ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല ബ്ലൂ ആയിട്ടുള്ളത്. പക്ഷെ തണുത്തിങ്ങനെ ഫുൾ ഇതായതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ കറക്റ്റ് ആ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളറ് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. ഇവിടെ ബിൽഡിങ്സ് എങ്കിലും കാണാനില്ലേ, അങ്ങോട്ട് നോക്ക്. അവിടെ ഇതേപോലെ ചുറ്റും നടക്കാനുള്ളതും ബിൽഡിങ്സ് ഉണ്ട്. അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഫുൾ. ഈ ഒരു കണ്ണെല്ലാം എന്തോ ആയി പോകുന്നു നോക്ക്. കാരണം സ്കൈ ഏതാണ് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ആ വെള്ളവും സ്കൈയും ഒരുപോലെ ഇല്ലേ നോക്ക്. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഉള്ള ഒരു ഇന്ത്യ റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ അവിടെ പൈസ ചോദിച്ച സമയത്ത് ഞാൻ ഇന്ത്യൻ അക്കൗണ്ടിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു ഒരു 50,000 രൂപ. അപ്പോൾ ഞാൻ 50,000 അല്ല, 50,000-ന് മുകളിൽ എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ട്രാൻസ്ഫർ ചെയ്തു. അത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായത്. അതായത് ഞാനൊരു $500 പിന്നെ ഒരു 100 സോൾസും അത്രയും ഞാൻ മേടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ സമാധാനമായി, കയ്യിൽ ക്യാഷ് എല്ലാം ഉണ്ട്. അടുത്ത കൺട്രിയിലേക്കൊക്കെ പോകാനായിട്ടും ഓക്കെയാണ്. സോ എൻ്റെ ഫ്രണ്ട് തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയപ്പോൾ 2019 മോഹൻലാലെല്ലാം വന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്തതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ അവിടെ കുറേ ആൾക്കാരുണ്ടായി, ജയിലിലുള്ള കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ അവർ ഈ റൂട്ടിലായിട്ടുള്ള ഫുഡൊന്നും കഴിക്കൂലല്ലോ, പൊട്ടാറ്റോ, ഓണിയൻ, ഗാർലിക് ഒന്നും, അതൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളും ട്രാവൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, ചെറിയ മഴ പൊടിയുന്നുണ്ട്, നല്ല തണുപ്പാണ്. ഞാനപ്പോൾ ഇങ്ങനെ പയ്യെ ഇതുവഴി നടക്കുകയാണ്. ഇവരെല്ലാവരും പറയുന്നത് ഭയങ്കര സേഫ് അല്ല, നടക്കാൻ പറ്റൂല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും പയ്യെ നടന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 13 കിലോമീറ്റർ ഉണ്ട് തന്നെ അങ്ങോട്ട്. എന്നാലും ജസ്റ്റ് ഇങ്ങനെ നടക്കാം, എന്നിട്ട് ബാക്കി ടാക്സി വിളിക്കുക, ലിഫ്റ്റ് അടിക്കുക, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ ഞാൻ എന്തെങ്കിലും കഴിക്കണം. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് രാവിലെ ആ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് ആ ഒരു ബണ്ണ് പോലത്തെ ഒരു സാധനം അവക്കാഡോ വെച്ചത് കഴിച്ചതാണ്. ഓൺ ദ വേയിൽ ഞാൻ എന്തെങ്കിലും മേടിക്കുകയും വേണം. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് മിറാഫ്ലോറസിൻ്റെ ആ ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം കുറച്ച് പോഷ് ഏരിയ ആണ്. എന്താ പറയുക, നല്ല വലിയ റെസ്റ്റോറൻറ്റും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും. ഇവിടെ സൈക്കിളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ മഴയായിട്ട് നടന്ന് പോകുമ്പോൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ടാസ്കാവും തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഫേസ് എല്ലാം ആയിട്ട്. പിന്നെ കുറേ ടൂറിസ്റ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണുന്ന. എല്ലാവരും ടൂറിസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലോട്ട്സ് ഓഫ് ആൾക്കാരായിട്ട് ഒരുപാട് വലിയ പ്രോഗ്രാം നടക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ പയ്യെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം നോക്ക്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു യൂറോപ്പിൻ്റെ ഫീലെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഫോറിനേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഇതൊരു മെയിൻ സ്ക്വയറും അവിടെ കുറേ ഈ ഫുഡും അങ്ങനെ ആയിട്ട് ഓരോ പ്രോഗ്രാം നടക്കുന്നതാണ്. ഞാനിപ്പോൾ എന്തൊരു സൂപ്പർ മാർക്കറ്റ് കാണുകയാണെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ വന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഒന്നും കാണുന്നില്ല. കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേസാണ് ഉള്ളത്. കപ്പിൾസ് എല്ലാം ആയിട്ട് കഫേയിലെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട്. ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലെത്തിയപ്പോൾ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. 4 മുട്ട മേടിച്ച്, ഒരു ഓറഞ്ച് മേടിച്ച്, 2 അവക്കാഡോ മേടിച്ച്, 2 ആപ്പിൾ മേടിച്ച്, 3 ട്യൂണ്ടല്ല ക്യാൻഡ് ട്യൂണ മേടിച്ചിട്ടുണ്ട്. അത് വെള്ളം മാത്രമുള്ളത്. സാധാരണ എണ്ണയിലുള്ളതുണ്ടാവും, അത് ഹെൽത്തി അല്ല, വെള്ളത്തിലുള്ള ഹെൽത്തിയാണ്. പിന്നെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ മേടിച്ചിട്ടുണ്ട്. പിന്നെ പീനട്ടും
ഒരു മുന്തിരി ആയിട്ടുള്ള അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊരു ഷാമ്പു മേടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. ഒരു ബനാന മേടിച്ചിട്ടുണ്ട്. ബനാന ഇപ്പം കഴിക്കാം, എനിക്ക് വിശക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഇന്ത്യൻ റുപ്പി 1500 ആയിട്ടുണ്ട്. ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചിറങ്ങിയപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? മുയ് പെലിഗ്രോസോ എന്ന് പറഞ്ഞത്, അതായത് ഒരുപാട് ഡേഞ്ചർ ആണ് എന്ന്. മുയ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരുപാട് അങ്ങനെ, പെലിഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡേഞ്ചറസ് ആണ്, സൂക്ഷിച്ച് പോകാനാണ് പറയുന്നത്. എല്ലാ സാധനവും എടുത്തിട്ട് അടിച്ചിട്ട് പോകും. ഫോണ്, ക്യാമറ, ബാഗ്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനാണ് പറയുന്നത്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പറയൂല. പറഞ്ഞു എല്ലാവരും എന്നെ പേടിപ്പിക്കുന്നുണ്ട്. പേടിപ്പിക്കുന്നല്ല, ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. ബസ്സിൽ ഏതോ ഒരു സ്ഥലത്ത് ഇറങ്ങും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 കിലോമീറ്റർ നടക്കും. ഇപ്പോൾ ഓൾറെഡി ഒരു 3 കിലോമീറ്റർ ഞാൻ നടന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിലൊരു 7 കിലോമീറ്റർ ബസ്സിൽ പോവാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ട് വേണം പോകാൻ. എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒറ്റയ്ക്ക് പോകണ്ട. ആരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം അവർ പറയും ടാക്സി എടുത്തിട്ട് പോകും. ബസ്സിൽ പോലും പോകണ്ടെന്ന് പറയുന്നത്. ഇത്രയ്ക്ക് എന്താ ഇവിടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതുവരെ ഞാൻ ബാക്കിയുള്ള സാൽവഡോറിലും അവിടെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായി. പക്ഷെ എന്നാൽ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയാം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി, എന്നിട്ട് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2.1 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. ഇവിടെ ഒന്നും അങ്ങനെ ആരെയും കാണുന്ന പോലും ഇല്ല. ഇപ്പം സമയം 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ നോക്ക്, മൊത്തം ശൂന്യമായിട്ട് കിടക്കുന്നു. ചെറിയ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. ഇവിടെയൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. മൊത്തം എന്താ പറയുക, വലിയ എന്തൊക്കെയോ ഒരിത്. പണ്ട് സ്പാനിഷ് കോളനി ആയിരുന്ന ഏരിയ എന്ന് തോന്നുന്നു. ബിൽഡിങ്സ് ഈ ബിൽഡിങ്സ് എല്ലാം പുതിയതാണ്. പക്ഷെ ഇപ്പുറത്തെ ബിൽഡിങ്സ് കണ്ടോ വലിയ ഇത് കാണുമ്പോൾ അറിയാം പഴയതാണ് എന്നുള്ളത്. വലിയ വാതിലും വലിയ ജനലെല്ലാം കാണാൻ പറ്റും. ആൾക്കാരെല്ലാവരും പറഞ്ഞു എന്നെ പേടിപ്പിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. നോക്ക്, ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ ശരിയല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം എനിക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യാം. ആ ബാക്കിലൊക്കെ വരുന്ന ആളിനൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നല്ല സിറ്റിയാണ്, പക്ഷെ പറഞ്ഞിട്ടെന്താ, ഓരോ ആൾക്കാർ ഭ്രാന്തനെ പോലെയുള്ള ഓരോ ആൾക്കാരെല്ലാം നടന്നു പോകുന്നുണ്ട്. ഞാൻ ഈ ലൊക്കേഷൻ കാണിച്ചതും എല്ലാവരും പറഞ്ഞു ഇവിടെ സേഫ് അല്ല എന്നല്ല. ഈ വഴിയെല്ലാം ഭയങ്കര ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സ്ഥലം. എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇനി അതുവഴി നടക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ അറിയില്ല. ഇടയ്ക്ക് മാത്രം ഒരാൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു നല്ല പോലെയുള്ള ആൾക്കാരെല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാം നോക്ക്, ഈ സമയത്തൊന്നും ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. ഒരു 7:45 ഞാൻ നടന്ന് പോകുമ്പോൾ. എന്നാ നോക്ക്, കണ്ടോ, ഹോംലെസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഇങ്ങനെ കാണാം. ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടിച്ചു മാറ്റി ഓരോന്ന് കൊണ്ടുവന്ന് കുറേ വേസ്റ്റ് എല്ലാം അവിടെയും ഇവിടെ ഇട്ടേക്കുന്നുണ്ട്. ഈ ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ ഏരിയയിൽ താമസിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. അയ്യോ, പട്ടികൾ അടുത്തത്. അയ്യോ, ഇതൊരു ഗ്യാങ് തന്നെ ഉണ്ട്. അയ്യോ, ആരോട് ഞാൻ ഹെൽപ്പ് ചെയ്യും. എല്ലാം കൂടെ ആയിട്ട് ഇവിടെ എത്ര എണ്ണം അറിയാം. അപ്പം നാട്ടിലെ പോലെയല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മളധികം ഉപദ്രവിക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും ഈ ഒരു ഏരിയയെല്ലാം കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ. ഞാനെങ്ങനെ പോവും? പട്ടികൾ ആ വഴി പോവുകയാണെങ്കിൽ ആ വഴി അങ്ങനെ പോവാം, പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. നോക്ക്, ഫുൾ ടീം തന്നെ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കടി കിട്ടി കഴിഞ്ഞ് കണ്ട ഒരു ടീം തന്നെ ഉണ്ട്. അത് ട്രെയിനെല്ലാം പോകുന്നതെന്ന് തോന്നുന്നു. ഗുഡ്സ് ട്രെയിൻ പോകുന്ന വഴിയാന്ന് തോന്നുന്നുണ്ട്. എന്താ ഒന്നും ചെയ്തില്ല. എന്താ ഇവിടെ എല്ലാം ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ആ ഡോഗ്സുകൾ തമ്മിൽ പ്രശ്നമുള്ളൂ. എന്നെ മാപ്പ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കിളി പോകുന്നു. ഡോഗ്സും മൊത്തത്തിൽ ഒരുമാരത്തെ കളറും ഫുൾ വേസ്റ്റും വീടുകളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുന്നു. പാട്ടെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയിട്ട് മുകളിൽ കൊണ്ടിടാൻ വേണ്ടി വന്നാണ്. അപ്പം നോക്ക്, രാവിലെ ഒരു സൺറൈസ് ആവാൻ നേരത്തെ പോലെയാണ് ഇവിടെ വെളിച്ചം. പൊല്യൂഷൻ കൊണ്ടാണോ അതെന്താ സംഭവം എന്നറിയില്ല. ഗ്രേ ആയിട്ടാണുള്ളത്. സ്റ്റാർസ് ഒന്നുമില്ല. നമുക്ക് സ്റ്റാർസ് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ക്ലിയർ ആയിട്ടുള്ള ഇങ്ങനൊരു സ്കൈ. ഞാൻ ഭയങ്കര വണ്ടറായിട്ടാണുള്ളത്. ഞാൻ അവിടെ ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് ഓൾറെഡി ഫുൾ ടൈം എല്ലാ ദിവസവും രാത്രി ഇങ്ങനെയാണ്, സ്റ്റാർസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ എപ്പോഴും ക്ലൗഡി ആയിട്ട് ഇരിക്കുന്നത്. ഇരുട്ടില്ല. അതായത് രാത്രി 11 മണിയാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക?
രാത്രി 11 മണി പോലെ അല്ല ഉള്ളത്. അത് മേ ബി വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ഭയങ്കര വണ്ടറായിട്ടാണ് നിൽക്കുന്നത്. എന്ത് റീസൺ കൊണ്ടാണ്, എന്താ സംഭവം എന്നറിയില്ല. രാത്രി ഇങ്ങനെ ഇരുട്ടെല്ലാം ഉണ്ടാവുക, ഇരുട്ടില്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നേ. അതാണ് ഇപ്പോൾ ഐസ്ലൻഡിൽ വേറെ ഏതൊക്കെയോ സ്കാൻഡിനേവിയൻ കൺട്രീസിലെല്ലാം നൈറ്റ് സമ്മറിൽ 1 മണി 2 മണിക്കൊക്കെ നല്ല വെളിച്ചുണ്ടാവും. അത് ഡിഫറെൻറ്റ്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഗുഡ് മോർണിംഗ്, നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി ബസ്സിലെല്ലാം കയറി വന്ന് ഇനിയൊരു 10 മിനിറ്റ്സ് നടന്നിട്ട് ബൊലീവിയ എംബസിയിലേക്കാണ് ഞാൻ പോകുന്നത്. ബൊലീവിയൻ്റെ വിസ കിട്ടുമോ നോക്കണം. കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നലെ അവർ എൻ്റെ അടുത്ത് ഇന്ന് വരാനാണ് പറഞ്ഞത്. ഒരു 11:30 ആയിട്ടുണ്ട്. നേരെ അവിടെ പോയിട്ട് വിസ കിട്ടിയിട്ട് വേണം എന്താണ് പ്ലാൻ ചെയ്യാൻ, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം. ഞാൻ എംബസിയിൽ പോയിട്ട് ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടപ്പോൾ അവർ ഇന്ന് വിസ തരാമെന്ന് പറഞ്ഞു, 3 മണിക്ക് വരാൻ പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞാൻ ഒരു സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പിൽ $50 അടയ്ക്കാൻ വേണ്ടി തന്നു. ബാങ്കിൽ BBVV എന്ന് BBV എന്നും പറഞ്ഞ ഒരു സംസാരിക്കാൻ വയ്യ. ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഈ ബാഗ് കയറ്റിയിട്ട്. ഇന്നലെല്ലാം ഒരു 7-8 കിലോമീറ്റർ നടന്നു, പക്ഷെ ബാഗില്ലാണ്ടാ. ഇന്ന് ബാഗ് കൂടെ ആയിട്ട് നടക്കാൻ ഭയങ്കര ടാസ്ക്. അങ്ങനെ $50 അവിടെ ബാങ്കിൽ പോയി അടച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. ഓൺലൈനിൽ അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഐറ്റിനറി, ഹോട്ടൽ റിസർവേഷൻ, പിന്നെ നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 മാസത്തെ, അങ്ങനെ കുറേ ഉണ്ട്. കുറേ സംഭവങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓൺലൈനിൽ. ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് ഇവിടെ എവിടെയും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. ഞാൻ കുറേ കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുക. 1 കിലോമീറ്റർ കൂടെ നടക്കണം ഇനി. എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഫോട്ടോ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. ഇന്ന് തന്നെ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിത് ആ ഫോട്ടോ കോപ്പി എല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ടാക്സി എടുത്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടൈം ലേറ്റായി, 3 മണിന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3:15 ആവാനായി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ടാക്സി എടുത്ത്. ആകെ 1 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ജസ്റ്റ് 1-2 കളർ കോപ്പി എടുത്തത്, ബാക്കിയെല്ലാം കളറില്ലാത്ത കോപ്പി എടുത്ത്. പക്ഷേ 200 സംതിങ് റുപ്പി ആയിട്ടുണ്ട്. ലൈക്ക് ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തന്നെ. പക്ഷെ ഫോട്ടോസ്റ്റാറ്റിൻ്റെ കട കണ്ട് ഞാൻ ഒന്നും വലിയ എന്തോ ഒരു സംഭവമായിട്ടുള്ളതാണ്. ഇപ്പം നേരെ പോയിട്ട് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ വിസ അപ്പം തന്നെ അവർ സ്റ്റാമ്പ് ചെയ്ത് തരും തോന്നുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ബൊലീവിയൻ്റെ വിസ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടാക്സിയൊക്കെ എടുത്ത് പോയി. എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് വിസ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 3:45 ആയിട്ടുണ്ട്. 3:45 4 മണിയായി. ഇപ്പോൾ രാത്രിയൊക്കെ ഒരു ഇരുട്ട് പോലത്തെ ഒരു ഫീലാണ്. ലൈക്ക് ഭയങ്കര ഒരു മൂടി ഒരു വെതർ, ഒരു ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു വെതറാണ്. ഭയങ്കര കോൾഡ്, ഒരു വിൻ്റർ ആയതുകൊണ്ട് തന്നെ. സോ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനിങ്ങനെ ഹോസ്റ്റൽ എടുക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൗച്ച് സർഫർ ഉണ്ട് ഫ്രണ്ട്, അവിടെ താമസിക്കണോ അതോ ഹോസ്റ്റൽ എടുക്കണോ. അങ്ങനെ ഹോസ്റ്റൽ എടുക്കാമെന്ന് തോന്നി തന്നെ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീല് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. ലൈക്ക് ആമസോണിൽ പോയപ്പോൾ ബോട്ടിലാണെങ്കിൽ ഇംഗ്ലണ്ടുകാരെയും അതിന് മുന്നേ സ്വിറ്റ്സർലൻഡുകാരനും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെൻമാർക്കുകാരും അങ്ങനെ ഇസ്രയേലുകാരും ഒക്കെ ഉണ്ടായി. അവരൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഓസ്ട്രിയക്കാരൊക്കെ, ബെൽജിയംകാരും കുറേ യൂറോപ്യൻസ് ഉണ്ടായി. സോ അവരെല്ലാവരുമായിട്ട് ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. സോ പെട്ടെന്ന് ഇവരെല്ലാവരും പോയപ്പോൾ എനിക്കൊരു ഒറ്റപ്പെട്ട ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ എടുക്കണോ എന്നിങ്ങനെ ചിന്തിച്ചത് തന്നെ. ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം, പുതിയ ഫ്രണ്ട്സിനെല്ലാം കാണാം. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ നോക്കട്ടെ. എന്തായാലും നോക്കി ഒരു 1000 രൂപയൊക്കെ ഉണ്ട്, ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട് ഒരു ദിവസം ഹോസ്റ്റലിൽ. നോട്ടെ. ഞാനിതാ ഒരു ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറയാണ് ഹോസ്റ്റൽ. ഒരു 700 മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞിട്ട് അവിടെ എത്തണം. നോക്കിയോട്ടെ, അവിടെ നല്ലതാണെങ്കിൽ അവിടെ എടുക്കാം. ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. കാരണം ലിമയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഹോസ്റ്റലാണ്. അവിടെ പോയി ഞാൻ ഹോസ്റ്റലിൽ റൂമെല്ലാം എടുത്ത് ബാഗെല്ലാം അവിടെ വെച്ച് ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര തണുപ്പ്,
എനിക്കറിയില്ല, ഇന്ന് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യണു, ഇന്നലത്തെ പോലെയല്ല. സോ ഞാൻ ബോഡി വാമാക്കാമെന്ന് വിചാരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 കിലോമീറ്റർ ആയില്ലേ. എനിക്കറിയില്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. എനിക്ക് ബൊലീവിയൻ്റെ വിസ കിട്ടി. യെസ്, എനിക്ക് ബൊലീവിയക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചിലിയിലേക്ക് പോകണം. റെവൽ വിസയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? വേറെ വിസ, ബ്രസീലിൻ്റെ വിസ കിട്ടുമോ? ഇവിടെ ആണെങ്കിൽ ഫുള്ള് അവിടെ എല്ലാം -5 ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ടെൻറ്റ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് എല്ലാം സമ്മറിനുള്ളതാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് വിൻ്ററായിരുന്നു. ഞാൻ ഫ്ലീസ്, ജാക്കറ്റ്, പിന്നെ തെർമൽസ് എല്ലാം, ടെൻറ്റ് എല്ലാം തണുപ്പിനുള്ളതായിരുന്നു. സ്ലീപ്പിംഗ് ബാഗ് പക്ഷേ എല്ലാം ഞാൻ US വെച്ചു. കാരണം USA-ന്ന് മെക്സിക്കോയിലേക്ക് വരുന്ന സമയത്ത് മെക്സിക്കോയിൽ ചൂടായിരുന്നു. പിന്നെ അവിടുന്ന് ഫുൾ സെൻട്രൽ അമേരിക്ക ഫുൾ ചൂടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയായി. മഴക്കാലത്തിലുള്ള കുറേ റെയിൻ കോട്ടും ഫുൾ റെയിൻ കവറിങ്ങും സംഭവങ്ങളെല്ലാം മേടിച്ച് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫുള്ളിനി വിൻ്ററാണ്. ബ്രസീലാണെങ്കിലും ബ്രസീൽ ഇപ്പോൾ വിസ കിട്ടുകയാണെങ്കിൽ ഇൻ കേസ് എല്ലാം തണുപ്പാ. എനിക്കറിയില്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. ഞാൻ മാപ്പ് നോക്കട്ടെ, കുറേ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടക്കുന്നുണ്ട്. ഞാൻ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ടെൻ്റ് അടിക്കാനൊന്നും പറ്റില്ല, അതാ ടാസ്ക്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹോസ്റ്റലെടുത്തത്. ഇനി ഫുൾ എക്സ്പെൻസീവ് ആയിരിക്കും എൻ്റെ ട്രാവൽ. എല്ലാ ദിവസവും എങ്ങനെ എവിടെ സ്റ്റേ ചെയ്യുമോ, ഞാൻ എല്ലാം കൂടെ ആലോചിച്ച് എനിക്ക് പ്രാന്തായിട്ടാണുള്ളത്. എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടാണ് ഉള്ളത്. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞ് പോണ വഴിക്കൊരു ഷവർമ ഉണ്ട്. ഇപ്പോൾ പലസ്തീന ഷവർമയായിരുന്നു. എന്തെങ്കിലും ഷവർമ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷവർമ കഴിച്ച്. ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഞാനത് കഴിച്ച്. ഞാൻ എന്നിട്ട് പൈസ ഞാൻ എത്ര നോക്കിയിട്ടുണ്ടായില്ല. ബില്ല് വന്നപ്പോൾ ഇന്ത്യൻ റുപ്പി 1300 രൂപയായിട്ടുണ്ട് കേട്ടോ. അതായത് 50 സോളായി. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന് 30 സോളാണ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇന്ത്യൻ റുപ്പി ഒരു ഏകദേശം ഒരു 800 സംതിങ് അത്ര എന്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഫുഡ് കഴിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതലായി. ഞാൻ പ്ലാൻ ഇല്ലായിരുന്നു, ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാണ്. പക്ഷെ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ പൈസ ഇല്ലായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ടാണ് നോക്കിയത്. എന്നിട്ട് ഞാൻ അവിടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പോന്നു. ഞാൻ എന്നിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് ഇപ്പം തന്നെ ഇനി തിരിച്ചിങ്ങോട്ട് വരണോ അതോ നാളെ രാവിലെ വന്നിട്ട് എടുത്താൽ മതിയോ? നാളെ രാവിലെ വരുമ്പോൾ ടാസ്ക് ആയിരിക്കും. ഇന്ന് തന്നെ തിരിച്ചു വരണം. എന്ത് കഷ്ടമാണ് നോക്കണോ. പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാണല്ലോ ഞാൻ എന്തായാലും വരുന്നുണ്ട്. പകുതി പൈസ കൊടുത്തു, പകുതി പൈസ ഞാൻ ഇനി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണുള്ളത്. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ ഇതാണ്. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇഷ്ടംപോലെ ലാവിഷായിട്ടുള്ള സ്ഥലമുണ്ട്, പക്ഷെ ആരുമില്ല. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ട് ഞാൻ പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പാസ്പോർട്ട് മേടിച്ചാലാണ് ഇതാ ഇവിടെ എല്ലാം ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൻ്റെ ഓരോ വ്യൂ എല്ലാം ഇവിടെ കാണുന്നത്. ഇഷ്ടംപോലെ സ്പേഷ്യസ് ആണ്, പക്ഷെ ഒരു മനുഷ്യരും ഇല്ല. ഡിപ്രഷൻ കൂടി ഇവിടെ വന്നിട്ട്, മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ, ഐ വിൽ കം ബാക്ക്, ഐ വിൽ കീപ് മൈ ബാഗ്. ഓക്കെ, താങ്ക് യു. ബാഗ് നമുക്ക് ഇവിടെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് 11 മണിയായിപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ ഒരു ഈവനിങ് വരെ നമുക്ക് ബാഗെല്ലാം വെക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഫൈനലി എൻ്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടി. അതൊരു പലസ്തീന ഷവർമയാണ് ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലസ്തീനിലുള്ള ആളായിരുന്നു. നല്ല സേഫായിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണ്, അത് തപ്പി നടക്കുമായിരുന്നു. എന്നാലും ഫൈനലി കിട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം. അവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ബ്രസീലിൻ്റെ എംബസിയിൽ പോകണോ അതോ ബൊലീവിയയിലെല്ലാം നെക്സ്റ്റ് പോയതിന് ശേഷം ബൊലീവിയയിൽ നിന്ന് വിസ എടുക്കണോ, വിസ കിട്ടുമോ, നോ ഐഡിയ. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. ഇവിടുത്തെ ഡിപ്രസിങ് വെതറും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. മേ ബി ഞാൻ ചിലയിലേക്ക് ഇപ്പോൾ പോകണോ. എല്ലാം ലൈക്ക് ഒരു 3000-4000 കിലോമീറ്റേഴ്സ് ഉണ്ട്. 3 ലോങ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ ആ സങ്കടത്തിലൊരു ഐസ്ക്രീം കഴിക്കാം. കുറേ ദിവസമായി ഞാൻ ഷുഗറെല്ലാം കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കട്ടെ. രാവിലെ വെറും വയറ്റിൽ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. എന്തെങ്കിലും പ്രശ്നമാവോ എന്തോ. ഇവിടെ കുറേ ഐസ്ക്രീം എല്ലാം ഉണ്ട്, കുറേ ടൈപ്പ്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹെർഷീസിൻ്റെതാണ്. അതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആകെ 2 ട്രൈ ചെയ്തുള്ളൂ.
സ്നിക്കേഴ്സും ഹെർഷീസും ട്രൈ ചെയ്തത്. സ്നിക്കേഴ്സ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കൂടുതൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മേടിച്ച് ഇതൊരു നമ്മുടെ നാട്ടിലൊരു 300 റെഡി ആയിട്ടുണ്ട്. 300 എത്ര ആയിട്ടുണ്ടാവും? ഒരു 310 ആ ഒരു റേഞ്ച് എല്ലാം ആയിട്ടുണ്ടാവും. ഞാൻ ഈ സെയിം ബ്രാൻഡ് മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ മെസ്സി എൻ്റെ ഫ്രണ്ടില്ലേ പനാമയിൽ, ആളുടെ കൂടെ പോയ സമയത്ത് ഞാനിത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ എഗ്ഗ് വാങ്ങിയിട്ടുണ്ടായി ഞാൻ വരുന്ന വഴിക്ക്. അപ്പോൾ എഗ്ഗും കൂടെ ഒന്ന് കുക്ക് ചെയ്തോ ബോയിൽ ചെയ്തോ എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കട്ടെ. എന്നിട്ട് എനിക്കറിയില്ല, പ്ലാൻ ചെയ്യണം. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.